ഈ നമ്മുടെ ദേശീയപാത ഈ മലപ്പുറത്ത് കൂരിയാട് അതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ കൂരിയാടാണ് വലിയൊരു മോശം അവസ്ഥയുണ്ടായത്. മറ്റു ചില സ്ഥലങ്ങളിലുമൊക്കെ റോഡിൽ വിള്ളലുകളൊക്കെ വീണിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ പേരിൽ വലിയ കോലാഹലമാണ്. നേരത്തെ ഇതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാൻ നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി റിയാസും അദ്ദേഹത്തിൻ്റെ അമ്മായി അച്ഛൻ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനും മത്സരിക്കുകയായിരുന്നു. ഇപ്പോൾ ഇതാ BJP നേതാവ് മുൻ കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇപ്പോഴിതിൻ്റെ പിതൃത്വം ആർക്കും വേണ്ടേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്താണ് മുരളീധരൻ പറയുന്നത്? അല്ല, വി മുരളീധരൻ മാത്രമല്ല, സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വലിയ ചർച്ചയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരിക്കുന്നത്. റിയാസിൻ്റെ ഒരു ഫ്ലെക്സിൻ്റെ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടല്ലോ, വഴിയെ പോകുന്ന എല്ലായിടങ്ങളിലും തൻ്റെ ഫ്ലെക്സ് നിറഞ്ഞിരിക്കുക, സമൂഹ മാധ്യമങ്ങളിൽ തൻ്റെ റീൽസ് ഇട്ട് നിറയ്ക്കുക. അങ്ങനെ അദ്ദേഹത്തിന് വലിയ രീതിയിൽ വികസനങ്ങൾ കൊണ്ടുവരണമെന്ന് ആഗ്രഹം കാണും. പക്ഷേ കേരളത്തിന് അതിൻ്റെ സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഇത്തരം പദ്ധതികൾ തൻ്റേതാണെന്ന രീതിയിൽ അദ്ദേഹം ഫ്ലെക്സ് വയ്ക്കുന്നത് പലതവണ കണ്ടിരുന്നു. ഇതിൻ്റെ തുടക്കമെന്ന് മാഹിയാണല്ലോ. മാഹി ബൈപ്പാസിന് പിന്നാലെ അദ്ദേഹം തന്നെ അവിടെ നേരിട്ടെത്തുന്നു, LDF നേതാക്കൾ അവിടെ എത്തുന്നു, അദ്ദേഹമായിരുന്നു റീൽസ് എടുക്കുന്ന എല്ലാ സാഹചര്യം ഉണ്ടായിരുന്നത്. അതിനെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ വി മുരളീധരൻ വിമർശിച്ചിരിക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഇത്തരം വിമർശനങ്ങൾ വരുന്നുണ്ടല്ലോ. സ്മാർട്ട് റോഡുമായി ബന്ധപ്പെട്ടാണ്. സ്മാർട്ട് റോഡ് ഈ കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് ആയിരുന്നു. 40%-ലധികം സ്ഥാപനങ്ങളുടെയും ഫണ്ടുണ്ട്. ഈ 40%-ലധികം കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് കൊണ്ട് നിർമ്മിച്ച അതിനെ ഒരു നരേന്ദ്രമോദിയുടെ ചിത്രം വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അത് മറ്റൊരു കാര്യം. രാഷ്ട്രീയപരമായത് BJP ആണ് അതിൽ പരിഹാരം കണ്ടെത്തേണ്ടത്. പക്ഷേ ഈ തദ്ദേശ സ്ഥാപന വകുപ്പ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നും അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച ആ റോഡിന്റെ ക്രെഡിറ്റ് അടിച്ചു മാറ്റിയത് റിയാസാണ്. അതിനെക്കുറിച്ചുള്ള പരാതി ആ വകുപ്പിലെ മന്ത്രിയായ രാജേഷ് തന്നെ പറയുകയുണ്ടായി. ഈ സ്വന്തം പാർട്ടിക്കാർക്ക് പോലും ഇദ്ദേഹത്തെ കൊണ്ട് ഒരു രക്ഷയില്ലാത്ത ഒരു അവസ്ഥയായിരിക്കും. എന്ത് വകുപ്പുകളിലെ നേട്ടങ്ങൾ കൂടി പൊതുമരാമത്ത് വകുപ്പും തന്റെയും അക്കൗണ്ടിൽ ചേർക്കുകയാണ് റിയാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മലപ്പുറത്തിന്റെ താരമാണല്ലോ ബഷീറിന്റെ നാട്ടിൽ വരുന്ന ഒരാളാണ് റിയാസ്. റിയാസിനെ ഉദ്ദേശിച്ചാണ് ഇല്ലുമിനാറ്റി എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു ഇല്ലുമിനാറ്റിയിലാണോ എട്ടുകാലി മമ്മൂഞ്ഞായി റിയാസിനെ ചിത്രീകരിച്ചിരിക്കുന്നതിന് സംശയമുണ്ട്. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രവർത്തനം. എന്ത് ചെയ്താലും എട്ടുകാലി മമ്മൂഞ്ഞാവുക, ഞങ്ങളാണ് ഇതിന്റെ ആളെന്ന് പറയുക, ആ രീതിയിലുള്ള ഒരു മാറ്റമാണ് ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ സാധാരണക്കാർ ഉൾപ്പെടെ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ തകരുമ്പോഴും അതിന്റെ ഉത്തരവാദിത്വം ഇദ്ദേഹം ഏറ്റെടുക്കണമെന്ന് പറയുമ്പോൾ പക്ഷെ ഇപ്പോൾ തകരുമ്പോൾ മുഴുവൻ വിമർശനവും കേന്ദ്ര സർക്കാരിനാണ്, NH-നാണ്, ആ രീതിയിലേക്ക് പോകുന്നത്. പക്ഷെ ജനങ്ങൾ ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് വലിയ വിമർശനം. പക്ഷെ ആ വിമർശനമൊന്നും ഇദ്ദേഹം കാര്യമായിട്ട് എടുക്കാനുള്ള ബുദ്ധി ഇല്ലാത്തതാണോ എന്ന് അറിയില്ല. പക്ഷെ അദ്ദേഹം എല്ലാ സന്തോഷത്തോടു കൂടിയാണ് എടുക്കുന്നത്. അദ്ദേഹം പറയും, ഇനിയും ഞാൻ റീൽസ് ഇടും. അപ്പോൾ തന്നെ മനസ്സിലാവുന്ന ഇനിയും കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അപ്പോഴും ഞാൻ ഇത്തരം അക്കൗണ്ടിലാണ് എന്റെ സ്വന്തമായിരിക്കും എന്ന രീതിയിലാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിന്റെ അമ്മായി അച്ഛൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായി, ആ മുതൽ ഇക്ഷ വരെ കേന്ദ്ര സർക്കാരാണ് എല്ലാം ചെയ്തത്. ദേശീയപാത അതോറിറ്റി NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ, അവരാണ് എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത്. സംസ്ഥാന സർക്കാർ ഭൂമി മാത്രമേ കൈമാറിയിട്ടുള്ളൂ എന്ന് ഇദ്ദേഹം പറയുന്നു. അതിനകത്ത് തന്നെ ഒരു വലിയ പ്രശ്നമുണ്ട്. ഏതാണ്ട് 5000 കോടി രൂപയാണ് സംസ്ഥാനം ഭൂമി ഏറ്റെടുത്ത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് പല രീതിയിൽ ചെലവഴിച്ചിരിക്കുന്നത്. 22,000 കോടിയിലധികം രൂപ കേന്ദ്ര സർക്കാരാണ് ആ കാര്യത്തിൽ ചെലവഴിച്ചത്. അവിടെയും സംസ്ഥാന സർക്കാരിന് വലിയ അവകാശവാദങ്ങളൊന്നും പറയാൻ വാസ്തവത്തിൽ ഇല്ല. പിന്നെ ഈ റീൽസിൻ്റെ പച്ചയിലാണ് റിയാസും അമ്മായി അച്ഛനും ഇങ്ങനെ നിലനിന്ന് പോകുന്നത്. ജനങ്ങൾ വിചാരിക്കും ഇതെന്താണ് മുഖ്യമന്ത്രി പറയുന്നത്. കാരണം കുറച്ച് നാളുകൾക്ക് മുമ്പ് ദേശീയപാത വലിയ രീതിയിൽ തന്നെ ഞങ്ങളുടെ കഴിവ് കൊണ്ടാണ്, ഞങ്ങൾ കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണ്, മുൻ സർക്കാരുകൾ ഇതിന് കൃത്യമായ സ്ഥലം ഏറ്റെടുത്തു കൊടുക്കുവാനോ അതിനുള്ള പ്രവർത്തനങ്ങൾക്കോ ആ സർക്കാരുകളെ കൊണ്ട് കഴിഞ്ഞില്ലെന്ന രീതിയിലുള്ള പരാമർശങ്ങളായിരുന്നു മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മന്ത്രിമാരുടെയും ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ അതിൽ നിന്ന് വിപരീതപരമായ ഒരു രീതിയിൽ ഒരു പ്രസ്ഥാനം വന്നിട്ടുണ്ട്. അത് കുഞ്ഞാലിക്കുട്ടിയുടെ ആയിരുന്നു. കുഞ്ഞാലിക്കുട്ടി നിയമസഭയിൽ പറയുന്നതാണല്ലോ, ആകെ നിങ്ങൾ എവിടെ എന്ത് നേടി, ദേശീയപാത മാത്രം ചൂണ്ടിക്കാണിക്കുന്നു. അതായത് ഏതാണ്, നിതിൻ ഗഡ്കരിയുടെ കുട്ടിയാണ്. അതെ, നിതിൻ ഗഡ്കരിയാണെന്ന രീതിയിൽ പറയുന്നത്. ആ രീതിയിൽ അങ്ങനെ പറയുമ്പോഴും മുഴുവൻ ദേശീയപാത ദേശീയപാതയ്ക്ക് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടില്ല. ആ രീതിയിലുള്ള എന്തെല്ലാമാണ് ഈ നുണപ്രചാരണങ്ങൾ നടത്താമോ അതെല്ലാം ചെയ്തിരുന്നു.
അതാണ് ഇപ്പോൾ ഒരു മഴയുടെ രൂപത്തിൽ അവരെ താറുമാറാക്കിയിരിക്കുന്നത്. അത് ഏറ്റവും ദിവസം തന്നെ അറിയാമല്ലോ, അവിടെ കേക്ക് മുറിക്കുന്ന ദിവസമായിരുന്നു 4-ാം വർഷ ഒരു അതിനെക്കുറിച്ച് ഒരു ട്രോള് കണ്ടു. വാർഷികാഘോഷം കഴിഞ്ഞ് ഈ മലപ്പുറം മാഹി ഭാഗത്തേക്ക്, മലപ്പുറം കോഴിക്കോട് മാഹി ഭാഗത്തേക്ക് പിണറായി വിജയൻ ഇതൊക്കെ നേരിട്ട് കാണാൻ വേണ്ടി പോയതിൻ്റെ തൊട്ടടുത്ത ദിവസം ഈ റോഡ് തകർന്നു. അപ്പോൾ ഈ ചില ട്രോളുകൾ ഞാൻ കണ്ടത് ഇങ്ങനെയൊക്കെയാണ്: പാവി ചെല്ലുന്നിടം പാതാളം എന്നൊക്കെയുള്ള പഴഞ്ചൊല്ല് ഉപയോഗിച്ചാണ് ആൾക്കാർ ഈ ട്രോളുകൾ പലതും തയ്യാറാക്കി വിട്ടിരിക്കുന്നത്. അങ്ങനെയും ഒരു കാഴ്ച സോഷ്യൽ മീഡിയയിൽ കണ്ടു. അത് കുറച്ച് നാളുകളായി സമൂഹ മാധ്യമങ്ങളിൽ അത്രയും സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലോ. കാരണം ഇദ്ദേഹം അമേരിക്കയിൽ പോകുമ്പോൾ അവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകുന്നു, കാട്ടുതീയും ഉൾപ്പെടെയുള്ള ഏത് രാജ്യം സന്ദർശിക്കുമ്പോഴും പതിവാണെന്നൊരു തരത്തിൽ അവിടെയെല്ലാം ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. അത് വിമർശനങ്ങളും ഒരു തമാശ രൂപേണ വരികയാണ്. പക്ഷേ ഇതെന്തായാലും മുഹമ്മദ് റിയാസിന്റെ ലക്ഷ്യം എന്താണ്? മുഖ്യമന്ത്രി കസേരയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള അദ്ദേഹം ഇപ്പോൾ പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ തന്നെ വലിയ വിമർശനം ഉണ്ടായല്ലോ. ഇദ്ദേഹത്തെ എതിർക്കുന്നവരെ പൂർണ്ണമായി വെട്ടിനിരത്തുക, മുഹമ്മദ് റിയാസിനെ പിന്തുണയ്ക്കുന്നവരെ മാത്രം പാർട്ടി കമ്മിറ്റികളിൽ ഉൾപ്പെടുത്തുക, മുൻകാലങ്ങളിൽ ഉയർന്നു വന്നതുപോലെ മുഖ്യമന്ത്രി കസേരയാണോ പിണറായി വിജയനും അതോടൊപ്പം തന്നെ മുഹമ്മദ് റിയാസും ലക്ഷ്യമിടുന്നതെന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം മുഖ്യമന്ത്രി അല്ലേ, മുഖ്യമന്ത്രി ആദ്യകാലത്ത് തന്നെ നാം അത്ഭുതപ്പെട്ടു പോയതായിരുന്നു. മുഹമ്മദ് റിയാസിന് എന്ത് യോഗ്യതയാണ് ഈ ചുമതലയിലേക്ക്, മന്ത്രിസ്ഥാനത്തിലേക്ക് വരാൻ ഉള്ളതെന്ന് ചിന്തിക്കും. കാരണം അവിടെ ഷംസീർ ഉൾപ്പെടെയുള്ള പല ന്യൂനപക്ഷ സമുദായത്തിൽ നിന്നുള്ള MLA-മാർ ഉള്ള സ്ഥലത്തേക്കാണ് ഈ മുഹമ്മദ് റിയാസ് കടന്നു വരുന്നത്. അപ്പോഴേക്കും എല്ലാവരും പറയുന്നത്, അപ്പോഴേക്കും ചില ഇദ്ദേഹത്തെ അനുകൂലിക്കുന്ന DYFI-കാരെല്ലാം രംഗത്ത് വന്നു. ഇദ്ദേഹം ആരെന്നറിയാമോ? ഇദ്ദേഹം SFI-യുടെ നേതാവാണ്, DYFI-യുടെ നേതാവാണ്, ദേശീയ തലത്തിൽ അഖിലേന്ത്യാ തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. അഖിലേന്ത്യാ തലത്തിൽ ട്രോളന്മാർ അറിയപ്പെട്ടിട്ടുള്ളത് ആമസോണുമായി ബന്ധപ്പെട്ടാണ്. ആമസോണിൽ കാട് കത്തിയപ്പോൾ ഇങ്ങ് ഡൽഹിയിൽ സമരം ചെയ്ത നേതാവായിട്ടാണ് പൊതുവെ ജനങ്ങൾ അറിയുന്നത്. പിന്നീട് ജഡ്ജിയുടെ അല്ലെ കഡ്ജുവിന്റെ അടുത്ത് പോയി DYFI എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം ഏത് DYFI എന്നാണ് തിരിച്ചു. ആ രീതിയിലാണ് 5 കോടി ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന സംഘടന. അത് തന്നെ ഒരു വലിയ അബദ്ധമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ യുവജന സംഘടന DYFI അല്ല. DYFIക്ക് ആകെ പ്രവർത്തനം ഉള്ളത് കേരളത്തിലും പിന്നെ പണ്ട് ബംഗാളിലും ത്രിപുരയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ ഇല്ല, കേരളത്തിൽ മാത്രമാണ്. കേരളത്തിൽ എന്തായാലും 5 കോടി മനുഷ്യരില്ല, 3.5 കോടി മനുഷ്യരേ ഉള്ളൂ. 5 കോടി അംഗങ്ങളുള്ള പാർട്ടിയാണ് DYFI എന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അവർ ഈ ചൈനയിലുള്ള പാർട്ടി അംഗങ്ങളെ കൂടി ഇതിൽ ചേർത്തുകൊണ്ടായിരിക്കും. അതെ, ആ രീതിയിലായിരിക്കും മാറിയിട്ടുള്ളത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിന്റെ യോഗ്യത ഇതെല്ലാമാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ ആമസോണിൽ സമരം ചെയ്യുക, ഈ കഡ്ജുവിൻ്റെ അടുത്ത് പോയി ചമ്മി നാറുക, ആ രീതിയാണോ ഇദ്ദേഹത്തിന്റെ യോഗ്യത എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അല്ലാതെ പ്രത്യേകിച്ച് മറ്റു മന്ത്രിമാരെ എത്ര മന്ത്രിമാരുണ്ടല്ലേ മികച്ച രീതിയിൽ പ്രവർത്തനം നല്ല രീതിയിൽ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന. ഇപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ കുറിച്ച് തന്നെയാണ് ഇതുപോലെ ട്രോളന്മാർ ഭയങ്കരമായിട്ട് ആക്രമിച്ചതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ വകുപ്പിൽ പോലും വലിയ പരാതികളൊന്നും ഇല്ലാതെ ഇതാ +2 റിസൾട്ടും SSLC-യുടെ ഫലവും ഒക്കെ വളരെ കൃത്യമായിട്ട് സമയത്തിന് പുറത്തു വന്നു. സ്കൂൾ തുറക്കാൻ പോകുന്നു. പ്രത്യേകിച്ച് വലിയ പരാതികളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ്. അതുപോലെ നിരവധി മന്ത്രിമാർ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതിപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ വിഴിഞ്ഞം പോർട്ട് ഉദ്ഘാടനം ചെയ്തു, വാസവനാണ് അതിൻ്റെ മന്ത്രി. അദ്ദേഹത്തിനെ കുറിച്ചും അങ്ങനെ വലിയ പരാതികളൊന്നും കേൾക്കുന്നില്ല ഇപ്പോൾ. പിന്നെ ഈ റിയാസ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഇമേജിന് വേണ്ടി നടക്കുന്ന 2 പേർക്കെതിരെയാണ് നിരന്തരം ഈ പരാതി വരുന്നത്. ഒന്ന് വീണ ജോർജ് സമൂഹ മാധ്യമങ്ങൾ വലിയ ആക്റ്റീവാണ്. പക്ഷേ ആരോഗ്യ വകുപ്പിലെ ഈ കേരള ചരിത്രത്തിൽ തന്നെ ഇത്രയും മോശപ്പെട്ട ഒരു മന്ത്രി ഉണ്ടോ എന്ന് നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് ആരോഗ്യ വകുപ്പിനെ കുറിച്ച് ഒരു താല്പര്യവുമില്ല. പിന്നീട് നമുക്കറിയാമല്ലോ അവിടെ അടിസ്ഥാനപരമായി നമ്മുടെ ഒരു പുരോഗതി ഉണ്ടല്ലോ, ആരോഗ്യ മേഖലയിലെ പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ഇടക്കാലത്ത് മരുന്നുകൾ കിട്ടാനില്ലായിരുന്നു വലിയ രീതിയിൽ. ഇനിയിപ്പോൾ മഴക്കാലമാണ്, ഇപ്പം മഴ അങ്ങോട്ട് ശക്തി പ്രാപിക്കുമ്പോഴാണ് ഈ പകർച്ചവ്യാധികളെല്ലാം പൊട്ടി പുറപ്പെട്ട് വരുന്നത്. ആ സമയത്ത് എന്തായിരിക്കും കേരളത്തിൻ്റെ അവസ്ഥ എന്ന് നമ്മൾ കണ്ടറിയേണ്ടിരുന്നത്. അപ്പോഴാണ് ഈ ആരോഗ്യ വകുപ്പിന് ആരോഗ്യമുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപ്പോഴാണ്. അല്ല, ആരോഗ്യ വകുപ്പ് മന്ത്രി ഇങ്ങനെയാണ്. ഒരു ആരോഗ്യ വകുപ്പ് മന്ത്രി ആരെങ്കിലും വിമർശിക്കാൻ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ അവരെ വിമർശിക്കുന്ന ഒരു നടപടിയാണ്. അതിന് സമാനമായ ഒരു സ്വയം ഇമേജിന് വേണ്ടി നടക്കുന്ന ഒരു നേതാവാണ് റിയാസ്. എന്തായാലും മുഹമ്മദ് റിയാസും വീണ ജോർജുമാണ് ഇപ്പോൾ കേരളത്തിലെ താരങ്ങൾ. അവർ 2 പേരും ഫ്ലെക്സുകൾ ഇനി സ്വന്തമായി 2 ഫ്ലെക്സ് കട ഇടുന്നതായിരിക്കും നല്ലത്. കാരണം ഈ പുറത്ത് നിരന്തരം കൊടുക്കുന്നതിനേക്കാളും അകത്തടിച്ചു വയ്ക്കുന്നതായിരിക്കും നല്ലത്. ആ രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ V. മുരളീധരന്റെ വിമർശനവും ഉണ്ടായിരിക്കുന്നത്.